കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ മൃദംഗനാഥം നൃത്തപരിപാടിയിൽ GCDAക്കെതിരെ വിജിലൻസിൽ പരാതി നൽകി കൊച്ചി സ്വദേശി. കായിക ഇതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെ എന്നാണ് പരാതി. സ്റ്റേഡിയം വിട്ടു നൽകുന്നതിൽ ഗൂഢാലോചനയും തട്ടിപ്പും ഉണ്ടായതായും പരാതിയിൽ പറയുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, പരാതിയുടെ വിശദാംശങ്ങൾ. കഴിഞ്ഞ മാസം 29-നായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് മൃദംഗവിഷൻ എന്ന സ്ഥാപനത്തിന്റെ മൃദംഗനാഥം എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്നതിനുള്ള പരിപാടി നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും അതിനോടൊപ്പം തന്നെ പ്രധാനമായും ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടാവുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പൊ നിലവിൽ ഇതിൽ നിന്നെല്ലാം മാറി കൊച്ചി സ്വദേശിയായിട്ടുള്ള ശശേർ എന്ന വ്യക്തി ഇപ്പോൾ GCDAക്കെതിരെ വിജിലൻസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കലൂർ സ്റ്റേഡിയം, പ്രധാനമായും ISL മത്സരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന കലൂർ സ്റ്റേഡിയം തട്ടിപ്പിലൂടെയാണ്, വഴിവിട്ട രീതിയിലാണ് മൃദംഗനാഥം പരിപാടിക്കായി വിട്ടു നൽകിയത് എന്നാണ് പ്രധാനമായും പരാതിയിൽ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നമ്മൾക്കറിയാം, നേരത്തെ മൃദംഗവിഷൻ ഈ പരിപാടി നടത്തുന്നതിന് JLN സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് അപേക്ഷ GCDAക്ക് സമർപ്പിക്കുന്നത്. എന്നാൽ എസ്റ്റേറ്റ് വിഭാഗം ഈ അപേക്ഷ ലഭിച്ചതിന് ശേഷം കഴിഞ്ഞ 8 മാസത്തോളം ISL ഉപയോഗിക്കേണ്ട കലൂർ സ്റ്റേഡിയം മൃദംഗനാഥം പരിപാടിക്കായി വിട്ടു നൽകാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അനുമതി നൽകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് GCDAക്ക് നോട്ട് നൽകുകയും, പക്ഷേ ഇതിൽ ചെയർമാൻ ഇടപെട്ട് ചെയർമാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ ഫീൽഡ് ഓഫ് പ്ലേ ഭാഗം മാത്രം വിട്ടു നൽകുന്ന പരിപാടി ആയതിനാൽ കലൂർ സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന് ആവശ്യം ഉന്നയിച്ചുമെന്നാണ് പ്രധാനമായും പരാതിയിൽ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ GCDAയുടെ നോട്ടും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വിജിലൻസുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ശരി ഹാൻസ്.